അലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകാനായി ശ്രമിക്കുന്നത്. എന്തായിരുന്നാലും സിദ്ദിഖിന്റെ ഫോൺ ഓണായിരിക്കുന്നു ഇതുവരെയും. കാരണം ഈ ജാമ്യ ഹർജിയിൽ തിരിച്ചടി നേരിടുന്ന ഘട്ടത്തിൽ തന്നെ സ്വിച്ച് ഓഫ് ആക്കുകയും 2-3 വീടുകളിലും നിന്നും സിദ്ദിഖിനെ കാണാതാവുകയും ചെയ്തിരുന്നു. സിദ്ദിഖ് കേരളം വിട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള ആശങ്കകൾ ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. ഇങ്ങനെയൊരു സന്ദർഭത്തിലാണ് ഇപ്പോൾ 2 ഫോണിൽ ഒരു ഫോൺ ഓണായിരിക്കുന്നത് സിദ്ദിഖിൻ്റേത്. ഓണായ ഫോണിൽ നിന്ന് സിഗ്നലുകൾ ലഭിക്കും. തീർച്ചയായും സിദ്ദിഖിൻ്റെ ലൊക്കേഷൻ അറിയാനാകും. നിർണായകമാണ് ഇനിയുള്ള ഓരോ നിമിഷവും. സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകാനായി ശ്രമിക്കുന്നത്. സാലി, കേൾക്കാമെങ്കിൽ? സിദ്ദിഖിൻ്റെ ഫോൺ ഓണായിരിക്കുന്നു. സിദ്ദിഖിൻ്റെ ലൊക്കേഷൻ കണ്ടെത്താൻ, സിഗ്നലുകൾ ലഭിക്കാൻ, സിദ്ദിഖിലേക്ക് കാര്യങ്ങൾ എത്താനൊക്കെ സഹായകമാകുന്ന നിർണായകമായ പുരോഗതിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും സിദ്ദിഖിലേക്ക് വലവിരിച്ച് പോലീസ് കേരളത്തിന് പുറത്തുമൊക്കെ വലവിരിച്ച് സമഗ്രമായ അന്വേഷണം പുരോഗമിക്കുന്നതിന് ഇടയിലാണ് അല്പം മുമ്പ് സിദ്ദിഖിൻ്റെ ഫോൺ ഓണായിരിക്കുന്നത്. സ്വിച്ച് ഓഫ് ആയിരുന്നു ഇതുവരെ. ആ ഫോൺ ഓണായിരിക്കുന്നു. ഇനി തീർച്ചയായും ലൊക്കേഷൻ കണ്ടെത്താനാകും. സിദ്ദിഖ് എവിടെയാണ്, സിദ്ദിഖിൻ്റെ മൂവ്മെൻറ്റ്സുകളൊക്കെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തെ സഹായിക്കുന്ന നിർണായകമായ നിമിഷങ്ങളാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. സാലി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുകയാണ്. സാലി, എപ്പോഴാണ് സ്വിച്ച് ഓണായത് ഈ ഫോൺ? ഈ 2 ഫോണിൽ ഒന്നാണോ ഇപ്പോൾ ഓണായിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ലൊക്കേഷൻ ലഭിച്ചു കാണുമല്ലേ? ആജിംഷാദ്, 2 ഫോണാണ് സിദ്ദീഖിനുള്ളത്. അത് 2 ഫോണും ഇന്നലെ സ്വിച്ച് ഓഫ് ആയിരുന്നു ഈ സംഭവത്തിന് ശേഷം. അതിലൊരു ഫോൺ ഇന്ന് സ്വിച്ച് ഓൺ ആയിട്ടുണ്ട്. അത് പോലീസ് അക്കാര്യം സ്ഥിരീകരിച്ചോ എന്നത് വ്യക്തതയില്ല. പക്ഷെ നമ്മൾ വിളിക്കുമ്പോൾ ആ ഫോൺ സ്വിച്ച് ഓൺ ആണ് അതിലൊരു നമ്പർ. അത് ഇന്ന് രാവിലെയാണ് സ്വിച്ച് ഓൺ ആയിരിക്കുന്നത്. അതിനർത്ഥം 2 സാധ്യതകളാണുള്ളത്. ഒന്ന്, അദ്ദേഹം ഫോൺ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഇപ്പോൾ ഓൺ ആയിരിക്കുന്ന ഫോൺ അദ്ദേഹം മറ്റാരെങ്കിലും കൈവശം മകളുടെയോ വീട്ടിലോ മറ്റോ വെച്ചിട്ടായിരിക്കും മുങ്ങിയിട്ടുണ്ടാവുക എന്നൊരു നിഗമനത്തിൽ ഇപ്പോൾ എത്താൻ കഴിയും. ഏതായാലും ഫോൺ സ്വിച്ച് ഓൺ ആയി എന്ന വിവരം അന്വേഷണ സംഘത്തിന്റെ കൈവശമുണ്ട്. അത് അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം തന്നെ അവർ അപ്ഡേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ അയാൾ കീഴടങ്ങാൻ ഉള്ള നടപടികളിലേക്ക് കടക്കുന്നു, ഒന്ന്. അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഹർജി ഫയൽ ചെയ്യുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയായ പശ്ചാത്തലത്തിൽ സേഫാണെന്നൊരു ധാരണയിൽ ഫോൺ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടാവും. അതാകാനാണ് സാധ്യത. ഏതായാലും കേരളത്തിലാണ് എന്നുള്ളതിന് മറ്റൊരു സാധ്യതയും കൂടെ ആ ഫോണിൽ പറയുന്നുണ്ട്. അതായത് ആദ്യം വിളിച്ചപ്പോൾ ബെല്ലടിച്ചു, രണ്ടാമത് വിളിച്ചപ്പോൾ ഔട്ട് ഓഫ് കവറേജ് ഏരിയ പറഞ്ഞു. പക്ഷെ അത് മലയാളത്തിൽ തന്നെയാണ് പറഞ്ഞത്. അതിനർത്ഥം കേരളത്തിൻ്റെ റേഞ്ചിനുള്ളിൽ എവിടെയോ അദ്ദേഹം ഉണ്ട് എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ആ ഫോണുണ്ട്. ഇനി അയാൾ ആ ഫോൺ ഇവിടെ എവിടെയെങ്കിലും ഏൽപ്പിച്ചിട്ട് മറ്റാരെങ്കിലും കൈമാറിയിട്ട് മാറിയതാണെങ്കിൽ മറ്റൊരു സാധ്യതയാണുള്ളത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇന്നലെ ഓഫായ ഫോൺ ഇന്ന് സ്വിച്ച് ഓൺ ആയിട്ടുണ്ട്. അതൊരു സാധ്യതയാണ്. അത് അദ്ദേഹത്തിൻ്റെ കൈവശ ഫോൺ ഉണ്ടോ എന്നുള്ളതൊക്കെ ബന്ധപ്പെടുത്തുകയാണ്. പിന്നെ അദ്ദേഹത്തെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയും. പക്ഷേ ഫോൺ സ്വിച്ച് ഓൺ ആയിട്ടുണ്ട് എന്നുള്ളതൊരു പോസിറ്റീവ് സൂചനയാണ്. അത് എന്ത് സാഹചര്യത്തിൽ ഓണായി, അദ്ദേഹം തന്നെ കീഴടങ്ങാൻ തയ്യാറായി ഫോൺ സ്വിച്ച് ഓൺ ചെയ്ത് അല്ലെങ്കിൽ അറസ്റ്റിന് വഴങ്ങാൻ തയ്യാറായി നിൽക്കുന്നൊരു സാഹചര്യമാവാം. അല്ലെങ്കിൽ ഫോൺ മറ്റാരെങ്കിലും ഏൽപ്പിച്ചിട്ട് ഇന്നലത്തെ പോലെ മുങ്ങിയതുമാകാം. രണ്ടിനും സാധ്യതയുണ്ട്. ഏതായാലും ഫോൺ സ്വിച്ച് ഓൺ ആയി എന്നുള്ള കാര്യവും അതിൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്ന കാര്യവും ഒക്കെ ഈ പോലീസ് അന്വേഷണ സംഘം കൃത്യമായി നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് അവർ അറിഞ്ഞിട്ടുമുണ്ട്.